എല്ലാം കണ്ടിട്ട് പഠിച്ചിട്ടേ കിതാബ് നോക്കണം കേട്ടാ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാനാ പറഞ്ഞത്? വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതിയിട്ട് എന്താക്കാൻ പറഞ്ഞിനി? അഊദു ഓതുക, ബിസ്മി ഓതുക, എന്നിട്ട് മുൻകൈ രണ്ടും കഴുകണം. പിന്നെ മുൻകൈ കഴുകിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറഞ്ഞിനി? മിസ്വാക്ക് ചെയ്യുക. മിസ്വാക്ക് ചെയ്ത് കഴിഞ്ഞാലോ വായിൽ വെള്ളം കൊപ്പിളിക്കുക, അതോടൊപ്പം മൂക്കിൽ വെള്ളം എന്താക്കണം? കാറ്റി ചീറ്റണം. അത് കഴിഞ്ഞാൽ പിന്നെന്താ പറഞ്ഞിനി? വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതിയിട്ട് എന്താക്കണം? മുഖം കഴുകണം. മുഖം തടവിയാ വേണ്ട, കഴുകിയാ വേണ്ടത്? മുഖം കഴുകണം. അതിന് മുഖം കഴുകിക്കഴിഞ്ഞാൽ അടുത്തെന്താണെന്നറിയോ നിങ്ങൾക്ക്? കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുക. മുട്ടുൾപ്പെടെ എന്ന് പറഞ്ഞാൽ മുട്ടിന്റെ മീത്തിലേക്ക് എന്താകണം? വെള്ളം എത്തണം. മുട്ടുൾപ്പെടെ എന്ന് പറഞ്ഞാൽ മുട്ടിന്റെ മുകളിലേക്ക് വെള്ളം എത്തണം. കൈ വെക്കെല്ലാവരും കിതാബിൽ എന്താ ഇല്ലാടെ? വലത് കൈ മുട്ടുൾപ്പെടെ കഴുകുക. മുഖം കഴുകി കഴിഞ്ഞാൽ ആദ്യം പിന്നെ ഏതാ കഴുകേണ്ടത്? വലത് കൈ. മുഖം കഴുകിക്കഴിഞ്ഞാൽ പിന്നെ ഏത് കൈ ആദ്യം കഴുകേണ്ടത്? വലത് കൈ. എത്ര വരെ കഴുകണം പറഞ്ഞിനി? എത്ര വരെ കഴുകണം? മുട്ടുൾപ്പെടെ. ഏതുവരെ കഴുകണം? മുട്ടുൾപ്പെടെ കഴുകണം. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. വലത് കൈ കഴിഞ്ഞാലോ ഇടത് കൈ മുട്ടുൾപ്പെടെ കഴുകുക. ഇടത് കൈ. അപ്പം വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തടവിയാ മതിയാ കൈക്ക്? ഇല്ല, വെള്ളം കോരിയിട്ട് എന്താക്കണം? ഇങ്ങനെ ഒലിക്കണം. ഇങ്ങനെ നമ്മളെ കയ്യിലേക്ക് എന്താക്കണം? വെള്ളം ഒലിക്കണം. അതിനെ കഴുകുക എന്ന് പറഞ്ഞാൽ കേട്ടാ. ഇനി അത് കഴിഞ്ഞാലോ ആദ്യം വലത് കൈ കഴുകി, പിന്നെ ഇടത് കൈ കഴുകി, പിന്നെയോ അടുത്ത് തല തടവേണ്ടതാണ്. തല തടവുക. തല തടവുന്ന രൂപ പുസ്തകം കാണിച്ചെന്നില്ലേ? 2 ചുണ്ടൻ വിരല് എവിടെ വെക്കുക? തള്ള വിരല് അവിടെ നെറ്റിയിലാണ് വെച്ചിട്ട് ചൂണ്ട് വിരൽ രണ്ടും യോജിപ്പിച്ചിട്ട് എന്താക്കണം? തലവരെ ഇങ്ങനെ എന്താക്കണം? മെല്ലെ നടത്തിയിട്ട് വീണ്ടും മുമ്പിലേക്ക് കൊണ്ട് വരണം. അപ്പം തല തടവുക. ഇനി തല തടവിക്കഴിഞ്ഞാലാ ചെവി രണ്ടും ഒന്നിച്ചിട്ടാണ് എന്താക്കേണ്ടത്? തടവേണ്ടത്. ആദ്യം വലത്ത് ചെവിയും പിന്നെ ഇടത്ത് ചെവിയും, അങ്ങനെ വേറെ വേറെ അല്ല. കൈ അമ്മന അങ്ങനെയല്ല കഴുകിനി. ആദ്യം വലത്ത് കൈ കഴുകി, പിന്നെ ഇടത്ത് കൈ കഴുകി. എന്നാൽ ചെവിയോ ആദ്യം വലത്ത് ചെവിയും പിന്നെ ഇടത്ത് ചെവിയാ? അല്ല, പിന്നെ രണ്ടും ഒരുമിച്ചിട്ട് എന്താക്കണം? തടവണം. ചെവി കഴുകിയാ വേണ്ടത് തടവിയാ വേണ്ടത്? തടവേണ്ടത്. ചെവി രണ്ടും ഒന്നിച്ച് തടവുക. കിതാബ് നോക്കി കൈവച്ചോ? ഇനി ചെവി തടവിക്കഴിഞ്ഞാൽ അടുത്തതോ വലത് കാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ഞെരിയാണി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഇപ്പൊ കാണിച്ചെന്നില്ലേ? അതിനെന്തു പറയല്? ബിരിയാണി അല്ല, ബിരിയാണി. ഏത്? ഞെരിയാണി. ഇനി ഞെരിയാണി അറിയാത്ത ആള് ബിരിയാണി ഓർത്താൽ മതി. അപ്പം എന്താവും? ഞെരിയാണി ഓർമ്മ വരും കേട്ടാ. 2 ആണി പോലെയുള്ള സാധനം എടേ നമ്മളെ കാലിൻ്റെ അതിനെന്തു പറയല്? ഞെരിയാണി. എന്തെന്ന്? അതെന്താ? അതിൻ്റെ മീത്തിലേക്ക് ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് എന്താകണം? വെള്ളം എത്തണം. കഴുകുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് എന്താകണം? അപ്പോഴാണ് അത് ഉൾപ്പെടെ എന്നാവുക. പിന്നെ ഇടതുകാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. വലതുകാൽ കഴിഞ്ഞാൽ ഇടതുകാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ഇനി പറഞ്ഞതെല്ലാം 3 പ്രാവശ്യം ചെയ്യേണ്ടത്. മുൻകൈ കഴുകേണ്ട എത്ര പ്രാവശ്യം? 3. വലതു കൈ മുട്ടുൾപ്പെടെ കഴുകുക. കിതാബ് നോക്കി വായിക്കണം. ഇടതു കൈ മുട്ടുൾപ്പെടെ കഴുകുക. തല തടവുക. ചെവി രണ്ടും ഒന്നിച്ച് തടവുക. വലതുകാൽ
ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ഇടതുകാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ഇവയെല്ലാം 3 പ്രാവശ്യം ചെയ്യണം.